ചാണ്ടി ഉമ്മൻ പറയുകയാണ്, എൻ്റെ സഹോദരിമാർ മത്സരിക്കില്ല. എൻ്റെ അപ്പയുടെ ആഗ്രഹമായിരുന്നു ഈ കുടുംബത്തിൽ നിന്ന് ഒരാൾ മതിയെന്ന്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഒക്കെ കറക്റ്റായി, മനസ്സിലായി ചാണ്ടി ഉമ്മൻ. എന്താണ് നിങ്ങൾക്ക് ഇത്ര ഒരു അസ്വാരസ്യം വരിക? ഇത്ര നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആവുന്നത് എന്തുകൊണ്ടാണ്? മാധ്യമങ്ങൾ പല രീതിയിലുള്ള വാർത്തകൾ വരുമ്പോൾ അത് സമൂഹ മാധ്യമങ്ങളിലേക്ക് ഇടും. തീർച്ചയായും ഈ സമൂഹത്തിന് ചർച്ചയ്ക്കായിട്ട് ഇടും. അതും മാധ്യമ പ്രവർത്തകരുടെ ജോലിയാണല്ലോ. നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കേൾക്കുന്ന വാർത്തകളെ റിപ്പോർട്ട് ചെയ്യലാണ് ഓരോ മാധ്യമ സ്ഥാപനത്തിന്റെയും ഉത്തരവാദിത്വം. ഈ അച്ചു ഉമ്മനും അതേപോലെ തന്നെ ചാണ്ടി ഉമ്മന്റെ സഹോദരിമാർ രണ്ടുപേരും മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇത്രമേൽ അസ്വാരസ്യപ്പെടുന്നത് എന്നുള്ളതാണ്. എനിക്കറിയില്ല, എൻ്റെ പെങ്ങന്മാർ എന്നോട് പറഞ്ഞിട്ടില്ല മത്സരിക്കുമെന്ന്. നിങ്ങൾ അവരോട് ചോദിക്കുക. 2 മാസം മുമ്പ് ഞങ്ങൾ കാണുമ്പോഴും എന്നോട് മത്സരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ചാണ്ടിയുമ്മന്റെ അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഞാൻ മാറിത്തരാൻ തയ്യാറാണ് പാർട്ടിക്ക് വേണമെങ്കിൽ. പിന്നെ ചാണ്ടിയുമ്മന്റെ അടുത്ത സ്റ്റേറ്റ്മെന്റ്, അവർ മത്സരിച്ചാൽ ഞാൻ ഉണ്ടാവില്ല. ഈ ചാണ്ടിയുമ്മൻ വളരെ അസ്വസ്ഥനാണ് കേട്ടോ, ഈ വിഷയത്തിൽ വളരെ അസ്വസ്ഥനാണ്. ഒരു സഹോദരിമാർ മത്സരിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തെ അതിൻ്റെതായിട്ടൊരു സംയമനത്തോടെ പറയാൻ ചാണ്ടിയുമ്മന് സാധിക്കുന്നില്ല. 100% ഉറപ്പാണ് ചാണ്ടിയുമ്മൻ മത്സരിക്കുന്നില്ല അവർ എന്ന് പറയുമ്പോൾ ചാണ്ടിയുമ്മൻ അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ചാണ്ടിയുമ്മൻ ആഗ്രഹിക്കുന്നില്ല ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായി മറ്റൊരു മകൾ ഇനി വരാൻ. അവിടെ നിന്ന് ചാണ്ടിയുമ്മൻ മാത്രം മതി, മറ്റൊരാൾ വരാൻ ചാണ്ടിയുമ്മൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അങ്ങയുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അച്ചു ഉമ്മൻ വളരെ പ്രോമിസിംഗ് ആയി രാഷ്ട്രീയ കേരളത്തിന് തോന്നുന്ന ആളുകളാണ്. സമൂഹ മാധ്യമങ്ങളിൽ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കൊക്കെ വലിയ ഫോളോവേഴ്സും അവരുടെ സ്റ്റേറ്റ്മെന്റുകൾക്കും അച്ചു ഉമ്മൻ കൂടുന്ന പരിപാടികൾക്കൊക്കെ വലിയ സ്വീകാര്യതയും ഉണ്ട്. ഇവിടെയാണ് ചാണ്ടി ഉമ്മന്റെ ബോഡി ലാംഗ്വേജിന്റെ പ്രശ്നം മനസ്സിലാവുന്നത്. നമ്മൾ വരികൾക്കിടയിലൂടെ വായിച്ചു പോകുന്നത് അവിടെയാണ്. അച്ചു ഉമ്മന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചാണ്ടി ഉമ്മൻ എന്തുകൊണ്ടാണ് ഭയക്കുന്നത്? എന്തുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ അതിനെ പാടെ നിരസിക്കുന്നത്? കൂടാതെ പുതുപ്പള്ളിയിൽ ഞാൻ സ്ഥാനാർത്ഥിയായി ഉണ്ടാവില്ല എന്ന് പരോക്ഷമായി നേതൃത്വത്തോട് പറയുന്നത് എന്തിനാണ്? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നൊരു മാധ്യമം ചോദിക്കുമ്പോൾ എൻ്റെ പാർട്ടിക്കകത്ത് ഞാൻ പറഞ്ഞത് എൻ്റെ പാർട്ടിക്കകത്ത് പറയാനുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പറയണ്ട എന്ന് പറയുന്നു. സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണ്, നിലപാട് ക്ലിയർ ആണ്. പക്ഷേ വൈ ദിസ് ബോഡി ലാംഗ്വേജ്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ബോഡി ലാംഗ്വേജ് കൺസീവ് ചെയ്യുന്നത്? ആ ബോഡി ലാംഗ്വേജിലാണ് അച്ചു ഉമ്മൻ എന്ന് പറയുന്ന പ്രോമിസിംഗ് ആയ രാഷ്ട്രീയക്കാരിയെ, നിലപാട് നിങ്ങളെ പോലെ തന്നെ അല്ലെങ്കിൽ ഒരല്പം നിങ്ങളെക്കാൾ കൂടുതൽ ഈ രാഷ്ട്രീയ കേരളം സ്വീകരിക്കാൻ സാധ്യതയുള്ള ഉമ്മൻചാണ്ടിയുടെ മകളെ ചാണ്ടി ഉമ്മൻ ഡിഫെൻഡ് ചെയ്യുന്നു എന്ന് പറയേണ്ടി വരും. എന്തായാലും രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ മക്കളിൽ ആരൊക്കെയാണ് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന്.